തിരമാലകൾ, കടലിൻ്റെ ഇളക്കം, എന്ത് തന്നെ ആയാലും ഇത്രയും ദൂരമൊന്നും അമിനി ടു കടമത്ത് ഉണ്ടാവുമെന്ന് നമ്മൾ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ബോട്ടിലുള്ള ആൾക്കാരുമായിട്ടൊക്കെ സംസാരിച്ച് അങ്ങനെ മുന്നോട്ട് പോകുന്നു. അങ്ങനെ അതെ, ഈ കാണുന്നതാണ് കടമത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. ഈ എൻട്രൻസിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ കടലിൻ്റെ ഇളക്കങ്ങൾ കുറയും. അങ്ങനെ ബാക്കിയുള്ള ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതെന്താണെന്ന് അവരോട് ചോദിച്ച സമയത്ത് അവർ പറയുന്നത് അതാണ് നമ്മളുടെ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം എന്ന്. ഈ എൻട്രൻസ് കയറി കഴിഞ്ഞാൽ പിന്നെ കടലിൻ്റെ കളറ് മാറി അടിയിൽ ലഗൂൺസാണ്. അപ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒന്നും പേടിക്കേണ്ട. ഇനി കടലിന് ഒരിളക്കം ഉണ്ടാവില്ല. ദൂരെ കാണാൻ പറ്റും നിങ്ങൾക്ക് തിരമാല അവിടെ വന്നിട്ട് അവിടെ ഇല്ലാതായി പോകുന്നത്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിസ്റ്റം. എന്തെന്നെ ആയാലും ഇതേ ഇവിടുന്ന് കുറേ മീൻ പിടിക്കുന്ന ആൾക്കാരെയൊക്കെ കണ്ട് വളരെ സന്തോഷത്തോട് കൂടിയിട്ട് കടലിൻ്റെ ഇളക്കങ്ങളൊക്കെ മാറിയതിൻ്റെ ആ ഒരു ഫീലിങ്സ് ഉണ്ട്. അങ്ങനെ അതെ നമ്മൾ കടമത്തേക്ക് എത്താൻ പോവുകയാണ്. അങ്ങനെ കടമത്ത് ദ്വീപിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ ഷിപ്പുകളൊന്നും അവിടേക്ക് അടുക്കില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ആഴം കുറവായതുകൊണ്ട്. ഈ കാണുന്നതിലൊരു ചെറിയൊരു ബ്ലാക്ക് ഡോട്ട് കണ്ടില്ല, ഇതാണ് ഷിപ്പ് വന്നിട്ട് അതിനെ അടുപ്പിച്ച് ലോക്ക് ചെയ്ത് വെക്കുന്ന സ്ഥലം. അപ്പോൾ നമ്മൾ അമിനി ദ്വീപ് കണ്ടില്ലേ, ബോട്ട് ജെട്ടിനോട് ഷിപ്പ് അടുക്കും. പക്ഷേ കടമത്ത് ദ്വീപിൽ അങ്ങനെ ഒരു ഓപ്ഷൻസ് ഇല്ല. ചെറിയ ബോട്ടുകൾ മാത്രമേ ഈ കടമത്ത് ദ്വീപിൽ കരയോട് ബോട്ട് ജെട്ടിൻ്റെ അടുത്തൊക്കെ അടുക്കും. വലിയ കപ്പലുകളൊക്കെ പുറംകടലിൽ ഇങ്ങനെ സ്റ്റോപ്പ് ചെയ്തിട്ട് അതിൽ നിന്ന് ചെറിയ ബോട്ടിൽ കടമത്തേക്ക് എത്തിക്കുകയാണ് ചെയ്യാറുള്ളത്. അങ്ങനെ അതെ നമ്മൾ സ്വപ്നം കണ്ട നമ്മൾ ഒരു സ്ഥലം കാണാതെ നമ്മൾ സ്വപ്നത്തിൽ കാണുമല്ലോ എങ്ങനെയാണെന്നുള്ളത്, ആ ഒരു അനുഭവത്തിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം നല്ല താഴ്ഭാഗം കാണുന്ന കടൽ നല്ല പ്യുവർ എന്താ പറയുക ക്രിസ്റ്റൽ വാട്ടർ പോലുള്ള വെള്ളം. അങ്ങനെ അതെ കടമത്ത് ബോട്ട് ജെട്ടീൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ ഒന്ന് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. നിങ്ങളുടെ പ്രചോദനമാണ് നമുക്കിങ്ങനെ വീഡിയോസ് എടുക്കാനുള്ളത്. അപ്പോൾ കടമത്ത് നിന്നുള്ള വിഷ്വൽസ് നമുക്ക് ബാക്കി വീഡിയോസിൽ കാണാം.